ഇന്നത്തെ റെസിപ്പി ഓവനും പ്രഷർ കുക്കറും ഒന്നും ആവശ്യമില്ലാതെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയോ അതേസമയം നല്ല സോഫ്റ്റും ആയിട്ടുള്ള ഒരു കപ്പ് കേക്കാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ക്ലീൻ ബൗളിൽ വെള്ളം ഉണ്ടാവരുത്. ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. ഒരു നുള്ള് ഉപ്പേ ആവശ്യമുള്ളൂ. 1/4 ടീസ്പൂൺ പോലും ആവില്ല, അതിനേക്കാളും കുറവ്. ഉപ്പ് കൂടിപ്പോകരുത്. എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. ഹാൻഡ് ബ്ലെൻഡർ കൊണ്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം കേട്ടോ. പഞ്ചസാര 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. നല്ല വൈറ്റ് കളർ ആവുന്ന വരെ ബ്ലെൻഡ് ചെയ്യുക. 1/2 ടീസ്പൂൺ വാനില എസൻസും 1 ടീസ്പൂൺ ഓയിലും സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. കേക്ക് റെസിപ്പി ഫോളോ ചെയ്യുമ്പം അതിൽ പറഞ്ഞ മെഷർമെൻറ്റ് കറക്റ്റായിട്ട് എടുക്കണം, അല്ലെങ്കിൽ കേക്ക് ഫ്ലോപ്പ് ആവും. ഇനി 1/2 കപ്പ് മൈദയിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ട് ഞാനൊരു അരിപ്പയിലൂടെ നേരത്തെ നമ്മൾ ബ്ലെൻഡ് ചെയ്ത് വെച്ച എഗ്ഗിൻ്റെ ആ മിക്സിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ അളവ് പഞ്ചസാര ടേബിൾ സ്പൂണിലും ഓയിലും വാനില എസൻസൊക്കെ ടീസ്പൂണിലാണ് പറഞ്ഞത്. ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞാൽ വലിയത്, ടീസ്പൂൺ ചെറുത്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് ചെയ്താൽ നല്ല അടിപൊളി കേക്ക് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി മൈദ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ഇങ്ങനെ സ്പാച്ചിലുകൊണ്ട് ഫോൾഡ് മെത്തേഡിൽ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുക. 1/3 കപ്പ് പാല് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. 1/3 1/4 കപ്പിനേക്കാളും കുറച്ച് കൂടുതലും 1/2 കപ്പിൻ്റെ കുറവായിട്ട്. പാലും മുട്ടയൊക്കെ റൂം ടെമ്പറേച്ചറിലായിരിക്കണം. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാടെ ഒഴിക്കരുത്. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഭയങ്കരമായിട്ട് അടിച്ച് ഇതാക്കരുത്. മൈദ ഇട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ നല്ല അധികം പൊന്തി വന്ന മുട്ടനെ ഭയങ്കരമായിട്ട് ഇളക്കി കഴിഞ്ഞാൽ താന്നു പോകും. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. ഇനി നമുക്ക് ഒരു കപ്പ് കേക്കിൻ്റെ മോൾഡിലേക്ക് ഇതെല്ലാം ഒഴിച്ചു കൊടുക്കുക. കപ്പ് കേക്കിൻ്റെ മോൾഡിൽ ഒഴിക്കുമ്പോഴും നിറയെ ഒഴിക്കരുത്. അതിന് പൊങ്ങാനുള്ളൊരു സ്ഥലം കൊടുക്കണം. അപ്പോൾ ഒരു 1/4 ഭാഗം ഒഴിക്കുക. എന്നിട്ട് ഇതങ്ങനെ ടാപ്പ് ചെയ്തിടുക. എന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ ബേക്ക് ചെയ്ത് വരുമ്പോൾ ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഹോൾസ് കാണും. കപ്പ് കേക്കിൻ്റെ മോൾഡ് ഇല്ലെങ്കിലും നമുക്കിത് സാധാ നമ്മൾ കോഫി കുടിക്കുന്ന പേപ്പർ കപ്പിൽ, പ്ലാസ്റ്റിക് കപ്പല്ല കേട്ടോ, പേപ്പർ കപ്പിൽ ഇത് ഉണ്ടാക്കിയെടുക്കുക. ഞാനിത് ഏറ്റവും ലാസ്റ്റത്തെ ബാറ്റർ കുറച്ച് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, ജസ്റ്റ് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. ഇനി ഒരു സ്റ്റീമറിൽ ആവശ്യത്തിന് വെള്ളം വെക്കുക. എന്നിട്ട് നന്നായിട്ട് വെള്ളം തിളച്ച് തുടങ്ങിയാൽ അതിൻ്റെ മുകളിൽ ആവി വരാൻ വേണ്ടിയുള്ള നല്ല ഹോൾസുള്ള ഒരു പാത്രം വെച്ച് കൊടുക്കുക. അതിൽ നമ്മൾ നേരത്തെ വെച്ച് കേക്കിൻ്റെ ബാറ്ററിൻ്റെ ഓരോ കപ്സും വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് കിച്ചൺ ടിഷ്യോ അല്ലെങ്കിൽ അലുമിനിയം ഫോയിലോ അല്ലെങ്കിൽ തുണിയോ വെച്ച് കൊടുക്കുക. ആ ആവി താഴേക്ക് കേക്കിൻ്റെ മുകളിലേക്ക് കുറ്റി വീഴാതിരിക്കാനാണ്. നമ്മൾ കോഫി കപ്പിൽ വെച്ച് കൊടുത്ത കേക്ക് ഉത നല്ല കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വെച്ച് കൊടുത്താലും മതി. കപ്പ് കേക്കിൻ്റെ മോൾഡ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ആരും ഉണ്ടാക്കാതെക്കരുത്. നല്ല സോഫ്റ്റ് കേക്കാണ്. എനിക്കിത് സ്റ്റീം ചെയ്തെടുക്കാൻ ആകെ 5 മിനിറ്റാണ് വേണ്ടി വന്നത്. ഞാൻ ഒരു തവി ബാറ്ററാണ് ഒഴിച്ചു കൊടുത്തത്. അതുകൊണ്ടാണ്. ഇപ്പോൾ നിങ്ങൾ ഒഴിച്ചു കൊടുക്കുന്ന ബാറ്ററിൻ്റെ അളവ് നിങ്ങൾ എടുക്കുന്ന പാത്രത്തിൻ്റെ അളവിനനുസരിച്ചായിരിക്കും. അതിനനുസരിച്ച് നിങ്ങൾ സ്റ്റീം ചെയ്യുന്നതും സമയത്തിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ടൂത്ത് പിക്ക് കൊണ്ട് കുത്തി നോക്കിയാൽ അറിയാം. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യുക. ഫീഡ്ബാക്ക് അറിയിക്കുക. ഷെയർ, ലൈക്ക്, സബ്സ്ക്രൈബ്.